السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ബഹുമാന്യരായ സാദാത്തുക്കളെ, ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃതമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റമളാനിലെ ഉംറയും ഇഅ്തികാഫും എന്ന വിഷയമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. സൗദി അറേബ്യയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം റമളാനിലെ ഉംറ ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. അതിന്റെ പ്രതിഫലങ്ങളെ കുറിച്ചൊക്കെ പലപ്പോഴും പല ഉസ്താദുമാരുടെയും ക്ലാസുകളിൽ നിന്ന് നാം കേട്ടതാണ്. ഉംറ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ അസിയാറ, സന്ദർശനം. ശറഈന്റെ അർത്ഥത്തിൽ ഉംറ എന്ന് പറഞ്ഞാൽ സിയാറത്തു ബൈത്തുല്ലാഹിൽ ഹറം അലാ വജ്ഹിൻ മഖ്സൂസിൻ. നമുക്കറിയാവുന്നതുപോലെ ഉംറ നിർവഹിക്കേണ്ട രൂപം പ്രത്യേക രൂപത്തിൽ വിശുദ്ധ ഹറമിലേക്ക് സിയാറത്ത് ചെയ്യുക, വിശുദ്ധ ഹറമിലേക്ക് പോവുക എന്നുള്ളതാണ് ഉംറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഉംറയുടെ ഭാഷാർത്ഥവും അതിന്റെ സാങ്കേതികാർത്ഥവും ശറഈന്റെ അർത്ഥവും മനസ്സിലാക്കിയാൽ ഈ ഉംറ വിശുദ്ധ റമളാനിൽ ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമുക്ക് അടുത്തത് മനസ്സിലാക്കാനുള്ളത്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു കിതാബുൽ ഹജ്ജിൽ ബാബു ഹജ്ജിൻ നിസാ എന്ന ബാബിൽ മഹാനായ ബുഖാരി റളിയല്ലാഹു തആല അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ قال رسول الله صلى الله عليه وسلم لامرأة من الأنصار قال رسول الله صلى الله عليه وسلم لامرأة من الأنصار يقال لها أم سنان ما منعك أن تحجي معنا قالت لم يكن لنا إلا نالحان فحج أبو ولدها وابنها على نالهن وترك لنا نالها نالله عليه قال فإذا جاء رمضان فاعتمري فإن عمرة في رمضان തഅദിലു ഹജ്ജതൻ. മറ്റൊരു റിപ്പോർട്ടിൽ തഅദിലു ഹജ്ജതൻ മഈ. സാധാരണ പറഞ്ഞു കേൾക്കാറുള്ള ഹദീസാണത്. റമളാനിൽ ഉംറ ചെയ്യാനുള്ള ഈ ഹദീസ്, ഇതിന്റെ വേറെ കുറെ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിന്റെ മറ്റൊരു റിപ്പോർട്ട് കാണാൻ സാധിക്കും. ജാഅത്ത് ഉമ്മു സലീം റളിയല്ലാഹു അൻഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത് ഹജ്ജ അബൂ തൽഹ വബ്നുഹു വതറകാനി ഫഖാല യാ ഉമ്മ സുലൈം ഉംറത്തുൻ ഫീ റമളാൻ തഅദിലു ഹജ്ജത്തുൻ മഈ. അപ്പോൾ ഉംറ, റമളാനുള്ള ഉംറയെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നതും ഉംറ ചെയ്യാൻ റമളാനുള്ള ഉംറയുടെ പ്രതിഫലത്തെ കുറിച്ചാണ്. ഉംറയ്ക്ക് പോയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞു വന്ന സമയത്ത് അൻസാരികളിൽപ്പെട്ട ഉമ്മു സിനാൻ, ആ സ്ത്രീക്ക് ഉമ്മു മഅഖിൽ എന്നും ചില ഹദീസുകളിൽ കാണുന്നുണ്ട്, മഹദിയോട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് എന്തുകൊണ്ട് കൂടെ വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ മഹദിയോട് പറഞ്ഞു, എന്റെ ഭർത്താവും എന്റെ മകനും, അവർക്ക് ഞങ്ങൾക്ക് ആകെ 2 വാഹനമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൽ ഒന്നുകൊണ്ട് അവർ പോയി, മറ്റൊന്ന് വീട്ടിൽ ഞങ്ങൾക്ക് ബാക്കിയാവുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലെ കൃഷി നനക്കാനും മറ്റിനൊക്കെ വാഹനം ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പോരാതെ വീട്ടിൽ ഞാൻ തങ്ങുകയുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സിനാൻ റളിയല്ലാഹു തആല അൻഹയോട്, അല്ലെങ്കിൽ ഉമ്മു മഅഖിൽ റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്, ഫൈദാ ജാ റമളാൻ ഫഅതമിരി. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, എന്റെ കൂടെ ഹജ്ജ് കിട്ടിയില്ല എന്നതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഫൈദാ ജാ റമളാൻ, റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ ഫഅതമിരി, നീ ഉംറക്ക് പോവുക. ഫൈന ഉംറതൻ ഫീ റമളാൻ, റമളാൻ മാസത്തിൽ പോയി ഒരു വിശുദ്ധ ഉംറ ചെയ്തു കഴിഞ്ഞാൽ തഅദിലു ഹജ്ജതൻ മഈ, എന്നോട് കൂടെ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സിനാൻ എന്ന ഈ മഹദിയോട്, അൻസാരി മഹദിയോട് പറയുക. ഇതിന്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു. മഹാനായ മഹദിയ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. മഹദിയറുകൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് വരികയാണ്. എന്നിട്ട് പരാതി ബോധിപ്പിക്കുകയാണ്. ഹജ്ജ അബൂ തൽഹ വബ്നുഹു വതറകാനി, അബൂ തൽഹയും മോനും പോയി ഹജ്ജ് ചെയ്തു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കൂടെ. പക്ഷേ വതറകാനി,
എന്നെ അവർ കൊണ്ടുപോയില്ല, എന്നെ മാത്രം ഇവിടെ ബാക്കിയാക്കുകയും ചെയ്തു. അപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയോട് പറയുകയാണ്, യാ ഉമ്മ സുലൈം ഉംറത്തുൻ ഫി റമളാൻ തഅദിലു ഹജ്ജത്തുൻ മഅ. റമളാൻ മാസത്തിൽ ഒരു ഉംറ ചെയ്താൽ അത് എന്നോട് കൂടെ ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ്. നാം പലപ്പോഴും കേൾക്കാറുള്ള ഹദീസാണത്. അവിടെ രണ്ട് റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ മഈ എന്നുള്ള റിപ്പോർട്ട് കാണുന്നുണ്ട്. അല്ല, ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ് എന്ന് നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും മഹാനായ ഇബ്നു ഹജർ ഫൽ ഹാസിലു അന്നഹു അഅലമഹ അന്നൽ ഉംറത ഫീ റമളാൻ തഅദിലുൽ ഹജ്ജത ഫി സവാബി. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫതുൽ ബാരി പറയാണ്, ഈ കുറെ ഹദീസുകളൊക്കെ പറഞ്ഞതിന് ശേഷം ഈ മഹാനായ ബുഖാരി ഇമാമിന്റെ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫൽ ഹാസിലു, ഇതിൽ നിന്നൊക്കെ ആകെ തുക നമുക്ക് മനസ്സിലായി കിട്ടുന്നത് അന്നഹു അഅലമഹ, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സിനാൻ റളിയല്ലാഹു അൻഹയെ അറിയിക്കുകയാണ് ചെയ്തത്. എന്ത്? അന്നൽ ഉംറത ഫീ റമളാൻ, റമളാനിലുള്ള ഒരു ഉംറ തഅദിലുൽ ഹജ്ജത ഫി സവാബി, ഹജ്ജിനോട് അത് കടപിടിക്കും, ഫി സവാബി, കൂലിയുടെ വിഷയം. അപ്പൊ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോകാൻ കഴിയാത്ത, പ്രവാചകരോടുകൂടെ ഹജ്ജിന് പോകാൻ കഴിയാത്ത മഹദിയോട് ബേജാറാകേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. റമളാൻ മാസം വരുമ്പോൾ മക്കത്ത് പോവുക, ഉംറ ചെയ്യുക, എന്നാൽ എന്നോട് കൂടെ ഒരു ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇവിടെ ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ 3 അഭിപ്രായക്കാരാണ്. വളരെ കോർ പോയിന്റ് മാത്രം പറഞ്ഞു ഞാൻ പോവുകയാണ്. ഒന്നാമത്തെ അഭിപ്രായം, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഈ ഹദീസ് ഖാസത്തുൻ ലിൽ മർഅത്തിൽ അൻസാരിയ, എല്ലാവർക്കും റമളാനിൽ പോയി ഉംറ ചെയ്താൽ ഹജ്ജിന്റെ കൂലി കിട്ടുകയില്ല. അത് അൻസാരിയായ ഈ ഉമ്മു സിനാൻ റളിയല്ലാഹു തആല അൻഹക്ക് മാത്രമാണ്. എന്നിട്ട് അതിന് അവർ തെളിവും പറയുന്നുണ്ട്, അൽ ഹജ്ജു ഹജ്ജ വൽ ഉംറത്തു ഉംറ, ഹജ്ജ് ഹജ്ജാണ്, ഉംറ തന്നെയാണ്. ഹജ്ജിന് കിട്ടുന്ന പ്രതിഫലം എങ്ങനെയാലും ഉംറക്ക് കിട്ടുകയില്ല. മാത്രവുമല്ല, മഹദിയായ ഉമ്മു സിനാൻ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, വഖദ് ഖാല ഹാദാ ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ഇത് പറയുണ്ടായി, മാ അദ്രി ഇലയ്യ ഖാസ, എനിക്കറിയില്ല അത് എനിക്ക് മാത്രം പ്രത്യേകമായതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് മഹദിയായ ഉമ്മു സിനാൻ റളിയല്ലാഹു തആല അൻഹക്ക് മാത്രം പ്രത്യേകമായതാണ് ഈ ഹദീസ്. അതുകൊണ്ട് ആ പ്രതിഫലം മഹദിയവർക്ക് മാത്രം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ ചെയ്തതാണെന്ന് മഹാനായ അതിൽ ആ അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സഈദ് ഇബ്നു ജുബൈർ മിനത്ത് താബഈൻ, താബഈങ്ങളിൽപ്പെട്ട മഹാനായ സഈദ് ഇബ്നു ജുബൈറൊക്കെ അഭിപ്രായക്കാരനാണ്. രണ്ടാമത്തെ അഭിപ്രായം, പണ്ഡിതന്മാർക്കിടയിൽ എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞ് പ്രബലമായ അഭിപ്രായത്തിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തെ അഭിപ്രായം, യഹ്സുലുഹ മൻ നവൽ ഹജ്ജ ഫഅജസ അൻഹു സുമ്മ അഫ്ളഹു ബിഉംറത്തിൻ ഫീ റമളാൻ. ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ ഒരാൾ വിചാരിച്ചു, ഹജ്ജ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായില്ല, അതിനുള്ള തടസ്സങ്ങളൊക്കെ നേരിട്ട് അവന് ഹജ്ജ് ചെയ്യാൻ സാധിച്ചില്ല. ഹജ്ജ് ചെയ്യാൻ നിയ്യത്ത് ചെയ്തായിരുന്നു, അതിന് കഴിഞ്ഞില്ല. ഈ ഉമ്മു സിനാൻ എന്ന പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹജ്ജ് പോകാൻ വിചാരിച്ചിരുന്നു, പക്ഷെ അതിന് സാധിക്കാതെ വന്നു. എന്നതുപോലെ ഹജ്ജ് ചെയ്യാൻ സാധിച്ചില്ല, ഹജ്ജ് തന്നു, ഹജ്ജിനെ നിയ്യത്ത് വെക്കുകയും ഹജ്ജിന് മനസ്സിൽ കരുതുകയും അതിന് പോകാൻ കഴിയാതെ ആവുകയും ചെയ്തു. എന്നിട്ട് സുമ്മ അഫ്ളഹു ബിഉംറത്തിൻ, പിന്നീട് എന്താണ് അതിന് പകരമായിക്കൊണ്ട് റമളാനിൽ അഫ്ളഹു ബിഉംറത്തിൻ ഫി റമളാൻ, അതിന് പകരമായിക്കൊണ്ട് റമളാനിൽ പോയി ഒരു ഉംറ ചെയ്തു. അപ്പോ ഹജ്ജിന് കരുതിയിട്ട് അതിന് സാധിക്കാതെ പിന്നീട് അതിന് പകരമായിക്കൊണ്ട് റമളാനിൽ പോയി ഉംറ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ പ്രതിഫലം ലഭിക്കുക എന്ന് രണ്ടാമത്തെ വിഭാഗം പറയുന്നു. എന്നാൽ മാ ദഹബ ഇലൈഹി അഹ്ലുൽ ഇൽമി മിനൽ മദാഹിബിൽ അർബഅ, 4 മദ്ഹബിലെയും അഹ്ലുൽ ഇൽമ് പണ്ഡിതന്മാരെല്ലാവരും പോയി അവരൊക്കെ പറഞ്ഞ അഭിപ്രായം, അന്നൽ ഫള ഫീ ഹാദിൽ ഹദീസി ആമുൻ ലികുല്ലി മൻ ഇഅ്തമറ ഫീ റമളാൻ ഫൽഉംറതു ഫീഹി തഅദിലു ഹജ്ജതൻ ലിജമീഇൻ നാസി വലൈസ മഖ്സൂസൻ ബിഅശ്ഖാസിൻ ഔ ബിഅഹ്വാൽ. ഈ പറഞ്ഞ പ്രതിഫലം അവർ പറയാം, 4 മദ്ഹബിൽപ്പെട്ട അഹ്ലുൽ ഇൽമ് പറയുന്ന അഭിപ്രായം, അന്നൽ ഫള ഫീ ഹാദിൽ ഹദീസി ആമുൻ ലികുല്ലി മൻ ഇഅ്തമറ ഫീ റമളാൻ, റമളാൻ മാസത്തിൽ ഉംറ ചെയ്ത എല്ലാവർക്കും അത് എന്താണ് ബാധകമാണ്. അപ്പൊ നമുക്ക് റമളാനിൽ ഉംറ ചെയ്യുന്നവരാണ്. അപ്പൊ മഹാന്മാരായ അയിമ്മത്തുൽ അർബഅത്തും നമ്മെ പഠിപ്പിക്കുന്ന അങ്ങനെ തന്നെ. അതിനവർ ധാരാളം ഹദീസുകൾ തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. കാരണം
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാന്ദർഭികമായ പല കാര്യങ്ങൾ പറയുമ്പോഴും ഒരിക്കലും അത് ആ മഹദിയെയോ അല്ലെങ്കിൽ ആ സഹാബിയെയോ അല്ലെങ്കിൽ ആ ആളെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നതല്ല. സമുദായത്തിന് ഒന്നടങ്കം പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പലപ്പോഴും പല ചരിത്രങ്ങളും നമുക്കറിയാവുന്നതാണ്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് ചോദിക്കുമ്പോൾ ആ സഹാബിയോട് ഒരു സഹാബി എന്ന് വെച്ച് ഞാൻ എന്താ ഏറ്റവും ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും ആ തകളഞ്ഞ് ദേഷ്യം പിടിക്കേണ്ട. ആ സഹാബിയോട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാന്ദർഭികമായി പറയുകയാണ്. കാരണം അദ്ദേഹം കൂടുതൽ ദേഷ്യം പിടിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം ദേഷ്യം പിടിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു. എന്നതുപോലെ പലപ്പോഴും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാന്ദർഭികമായി പല കാര്യങ്ങളും സഹാബാക്കളും സഹാബിയത്തിനോട് പറയുമായിരുന്നു. ഈ മഹദിയുടെ വിഷമം അകറ്റാൻ വേണ്ടി ആ മഹദിയോട് പറഞ്ഞു, പ്രശ്നമാക്കേണ്ട, റമളാൻ വരുമ്പോൾ പോയി ഒരു ഉംറ ചെയ്താൽ എന്റെ കൂടെ ഹജ്ജ് ചെയ്ത കൂലി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹദിയെ സമാശ്വസിപ്പിക്കുകയാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. അതുകൊണ്ട് വിശുദ്ധ റമളാൻ മാസത്തിൽ പോയി ഉംറ ചെയ്താൽ അത് ഒരു ഹജ്ജിന്റെ കൂലി ലഭിക്കും. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഹജ്ജ് ചെയ്ത കൂലി ലഭിക്കുമെന്ന് മഹാന്മാരായ അയിമ്മത്തുൽ അർബഅ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഹജ്ജിന്റെ കൂലി ലഭിക്കുമെന്ന് പറഞ്ഞു. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഹജ്ജിന്റെ കൂലി ലഭിക്കും. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയുള്ള ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി മുന്തിയ ഫസ്റ്റ് ഗ്രേഡാണ്. നമുക്ക് ഹജ്ജ് ചെയ്തവരാണ്. ഹജ്ജിന്റെ കൂലിയെ തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മബ്റൂറായ ഹജ്ജിന് പ്രതിഫലമില്ല എന്നാണ്. അപ്പൊ ആ പ്രതിഫലം മബ്റൂറായ ഹജ്ജിന് ലഭിക്കുന്ന ആ പ്രതിഫലം റമളാനിൽ പോയി ഉംറ ചെയ്ത് ലഭിക്കുമോ? അവിടെ ഈ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ബഅദുൻ യഖൂലു യഹ്സുലു വബഅദുൻ യഖൂലു ഹാദാ ഫി الثواب والأجر فقط كما كان في الأمر في سورة الإخلاص. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി തങ്ങളോട് കൂടെയുള്ള ഹജ്ജിന്റെ പ്രതിഫലമാണ്. ഹജ്ജിന്റെ പ്രതിഫലം നാം പഠിച്ചതുപോലെ മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമല്ല. മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. റജാ ഖയൂമി വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച പോലെ മബ്റൂറായ ഹജ്ജ് ചെയ്ത് മൻ ഹജ്ജ ഫലം യഫ്സുഖ് വലം ഇർഫുസ് റജാ ഖയൂമി വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ലാതെ. അപ്പൊ ആ കൂലി റമളാനിൽ പോയി ഉംറ ചെയ്താൽ ലഭിക്കുമോ? അപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉംറക്ക് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹജ്ജ് ചെയ്ത് കൂലി കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കൂലിയുടെ വിഷയത്തിലാണ്. പ്രതിഫലത്തിന് അമല് ചെയ്യാൻ വേണ്ടി തെറുകൈബിന് വേണ്ടി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. കാരണം പല കാര്യങ്ങളും നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഇഖ്ലാസി സുലുസുൽ ഖുർആൻ, ഖുർആന്റെ 1/3 അത് തുല്യമാകുന്നു. ഇപ്പൊ ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതിയാല് ഖുർആൻ മുഴുവൻ ഖത്ം ഓതി തീർത്ത പോലെയായി. ഒരാൾ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഓതി തീർത്തു ഒരാൾ. രണ്ടും പ്രതിഫലമൊന്നല്ല. ഇവിടെ പ്രതിഫലത്തിന് വേണ്ടി സൂറത്തുൽ ഇഖ്ലാസിന്റെ അതിന്റെ മഹിമയും അതിന്റെ പ്രാധാന്യവും അതിന്റെ ശ്രേഷ്ഠതയും അറിയിക്കാൻ വേണ്ടി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 1/3 അത് കടപിടിക്കുമെന്ന്. എന്നതുകൊണ്ട് 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതി ഖുർആൻ ഖത്ം തീർത്ത കൂലി കിട്ടി. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഖത്ം തീർത്ത ആളും രണ്ടാളും ഒരിക്കലും സമമാവുകയില്ല. അപ്പൊ ഇവിടെയും റമളാനിൽ പോയി ഉംറ നിർവഹിക്കുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഹജ്ജ് ചെയ്ത കൂലി എന്ന് പറഞ്ഞാൽ റമളാനിൽ കൂടുതൽ ഉംറ ചെയ്യാനും റമളാനിലുള്ള ഉംറയുടെ ഫളീലത്തും പ്രകടിപ്പിക്കാൻ വേണ്ടി അത് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുകയുണ്ടായത്. മറ്റൊരു വിഷയം നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് ഉംറ റമളാനിൽ കൂടുതൽ ചെയ്യൽ. പലപ്പോഴും നമുക്ക് ഇടക്കിടക്ക് പോയി ഉംറ ചെയ്യാറുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു മക്കത്ത് പോയിട്ട് ഞാൻ ഉംറ ചെയ്ത് നാം മക്കത്ത് പോയി അവിടുന്ന് തഹല്ലുലായി ഉംറൊക്കെ കഴിഞ്ഞ് നാം തഹല്ലുലായി വീണ്ടും തെന്നീമിൽ പോയി വീണ്ടും ഉംറ എടുക്കുന്നു, വീണ്ടും തഹല്ലുലാവുന്നു, വീണ്ടും തെന്നീമിൽ പോകുന്നു, വീണ്ടും ഉംറ എടുക്കുന്നു. ഞാൻ തകരാറായിട്ട് കൂടുതൽ ഉംറ ചെയ്യുന്നതിനേക്കാൾ ഉത്തമം ഉംറയിൽ നിന്നും തഹല്ലുലായതിനു ശേഷം അതുപോലെ തന്നെ അവിടെ ഖുർആൻ ഓതിയൊക്കെ ഇരിക്കലാണ് ഏറ്റവും അഫ്ളൽ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കേണ്ടത്. അപ്പൊ വിശുദ്ധ ഖുർആൻ ഓതുന്നത് അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്നത്. അപ്പൊ വിശുദ്ധ റമളാനിൽ തവാഫ് ചെയ്താൽ റമളാനിൽ ചെയ്യാവുന്ന കൂലികൾക്ക് കിട്ടുന്ന ഇരട്ടി പ്രതിഫലമൊക്കെ വിശുദ്ധ ഹറമിൽ വെച്ചാകുമ്പോഴുള്ള കൂലിയും റമളാനിലുള്ള ഇരട്ടി പ്രതിഫലവും ഇതൊക്കെ അതിന് ലഭിക്കും.
മാത്രവുമല്ല നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കൂടുതൽ ആളുകളെ അവിടെ മുഅ്തമിരീങ്ങളായ ആളുകളെ അല്ലെങ്കിൽ ത്വാഫ് ചെയ്യുന്ന ആളുകളെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ വന്നാൽ അതിൽ നിന്നും കൂടുതൽ ഉംറ ചെയ്യാതെ അതിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് അഹ്ലുൽ ഇൽം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോ നാം ഇവിടുന്ന് ജിദ്ദയിൽ നിൽക്കുന്നു പോകുമ്പോൾ നമ്മൾ പോയി തലയായിട്ട് വീണ്ടും വരുന്നു, പിന്നെ അടുത്ത ആഴ്ച പോകുമ്പോൾ അതല്ല പറഞ്ഞത്. അടിക്കടി തതാവുമായിട്ട് തുടരെ തകരാറായിട്ട് ഉംറ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഉംറയിൽ നിന്നും തഹല്ലുലായിട്ട് വിശുദ്ധ ഹറമിൽ അവിടെ ഓതിയിരിക്കലും അവിടുത്തെ നിസ്കാരങ്ങളിൽ ജമാഅത്തിൽ പങ്കെടുക്കലും തവാഫ് സുന്നത്തായ തവാഫുകൾ അധികരിപ്പിക്കുകയും ചെയ്യലാണ് അഫ്ളൽ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെ 27-ാം രാവിലെ അവസാനത്തെ പത്തിലുള്ള ഉംറ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രേഷ്ഠത ഒന്നും ആ ഉംറയ്ക്കില്ല. നാം മനസ്സിലാക്കേണ്ടത് അവസാനത്തെ പത്തിനുള്ള ശ്രേഷ്ഠതയുണ്ടല്ലോ. അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകൾക്കുള്ള പ്രത്യേകത, അത് 27, 21, 23, 25, 27 ഒറ്റയിട്ട രാവുകൾക്കുള്ള ശ്രേഷ്ഠത പ്രത്യേകത അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകും എന്നല്ലാതെ റമളാനിലെ വ്യത്യസ്ത സമയങ്ങളിലുള്ള ഉംറയും ആദ്യത്തെ 10 ചെയ്തു അവസാനത്തെ ഉംറയൊക്കെ ഫദ്ല് സവാബിന്റെ വിഷയത്തിൽ ഒന്നാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 21-ാം രാവ്, 23, 25, 27, 29 ഈ ഒരു രാവുകളിൽ ലൈലത്തുൽ ഖദ്ർ കിട്ടുന്ന ആ രാവിൽ നമ്മുടെ ഉംറ നാം ചെയ്ത ഉംറ ആ രാവിലാണെങ്കിൽ അതിന് കൂടുതൽ പ്രതിഫലം ലഭിക്കും. അതിവിടെ ഒരിക്കലും ഇതിനോട് എതിരാകുന്നില്ല. ഈ വിഷയമാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അതുപോലെ തന്നെ അബൂ തുല്ലാ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹദിയായ ഉമ്മു സലീം റളിയല്ലാഹു തആല പറഞ്ഞ ഈ ഹദീസുകളിലൊക്കെ പറയുന്ന കാര്യം നാം പലപ്പോഴും കേട്ടു തന്നെ, റമളാനിൽ പോയി ഉംറ ചെയ്താൽ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയുള്ള ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. അപ്പൊ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നവരാണ്, എപ്പോഴും ഉംറ ചെയ്യാൻ സൗകര്യം ലഭിക്കുന്നവരാണ്. ഏറ്റവും ചുരുങ്ങിയത് എന്റെ സ്വന്തം നഫ്സിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ പറയാണ്, ഏറ്റവും ചുരുങ്ങിയത് റമളാനിൽ ഇവിടെ നിൽക്കുന്ന ആള് ഒരു ഉംറയെങ്കിലും പോയി മക്കത്ത് പോയി ചെയ്യാനുള്ള ഒരു സമയം, എത്ര ജോലി തിരക്കാണെങ്കിലും അതിനുള്ളൊരു സമയം നാം കണ്ടെത്തണം. ഓവർ ടൈമും മറ്റതും പല ആകെ സമയമൊക്കെ ആകെ ഷിഫ്റ്റ് റമളാനാവുമ്പോൾ എന്തായാലും ശരി ഒരു ഉംറയെങ്കിലും വിശുദ്ധ ഹറമിൽ പോയി ചെയ്യാനുള്ള ഒരു അവസരം, ഒരു സമയം നാം ഉണ്ടാക്കിയെടുക്കണമെന്ന് എന്നോടും നിങ്ങളോടും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റമളാനിലെ എഴുത്തിക്കാഫ്. സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുകയാണ്. എഴുത്തിക്കാഫിനെ കുറിച്ച് പലപ്പോഴും നാമൊക്കെ എഴുത്തിക്കാഫ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ സൗദി അറേബ്യയിലെ ഒരു വിഷയമുള്ള കാര്യമില്ല. കാരണം ഹറമിൽ ചെന്നാൽ, ഹറമുകളിൽ ചെന്നാൽ പ്രത്യേകിച്ച് അവസാനത്തെ 10 എഴുത്തിക്കാഫ് ഇരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ എഴുത്തിക്കാഫ് എന്ന വിഷയമില്ല. നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള പള്ളികളിലൊക്കെ ആരാ അവസാനത്തെ 10 പോയി എഴുത്തിക്കാഫ് ഇരിക്കല്? ആരുമില്ല. 27,000 ഉസ്താദ് പള്ളിക്കത്ത് ഉസ്താദ് പറഞ്ഞാല് അവിടുത്തെ ചെക്കന്മാരൊക്കെ എല്ലാവരും കൂടെ കൂടിയെന്ന് വന്നിട്ട് തസ്ബീഹ്കാരും കാര്യമൊക്കെ ഉണ്ടാവും. അല്ലാതെ അവസാനത്തെ 10 എഴുത്തിക്കാഫ് ഇരിക്കുക എന്നുള്ള ആ ഒരു ട്രെൻഡ് നമ്മുടെ നാട്ടുകളിലൊക്കെ കുറവാണ്. അപ്പൊ നമ്മുടെ നാടുകൾ ചെയ്യണം, നമ്മുടെ മഹല്ലുകളെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പുതിയ വിധേയത്തല്ലല്ലോ അത് വളരെ സുന്നത്ത് മുഅക്കദയാണ് അവസാനത്തെ 10 എഴുത്തിക്കാഫ് ഇരിക്കുക എന്നുള്ളത്. അപ്പൊ എഴുത്തിക്കാഫിന്റെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 ആയിരുന്നപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, قالت كان النبي صلى الله عليه وسلم إذا دخل العشر شد مئزره وأحيا ليله وأيقظ أهله. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇദാ ദഖലൽ അശ്റു അഹ്യൽ ലൈല വഅയ്ഖള ലഹു വജദ്ദ വശദ്ദ അൽ മിഅ്സറ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. മറ്റൊരു ഹദീസിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂഖിദു അഹ്ലഹു ഫിൽ അശ്റിൽ അവാഖിർ മിൻ ശഹ്രി റമളാൻ വകുല്ല സഗീരിൻ വകബീരിൻ യുതീഖു സ്വലാത്ത. ഈ ഹദീസുകളൊക്കെ ആകസാരം മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 ആയാല് പ്രവാചകൻ ശബ്ദം ഇസ്റഹുന അരിയും മുറുക്കി അതിനുവേണ്ടി എത്തിക്കാഫിനും ഇബാദത്തിനു വേണ്ടി ഇറങ്ങിയിരുന്നു മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടുന്ന ഹദീസിൽ ഒന്നുകൂടി ഗൗരവമായിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? കാന യൂഖിദു അഹ്ലഹു ഫിൽ അശ്റിൽ അവാഖിർ മിൻ ശഹ്രി റമളാൻ വകുല്ല സഗീരിൻ വകബീരിൻ യുതീഖു സ്വലാ. നിസ്കരിക്കാൻ കഴിയുന്ന ചെറുതും വലുതുമായ എല്ലാവരെയും വീട്ടിൽ നിന്ന് വിളിച്ചുണർത്തി മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയൊക്കെ നിസ്കരിപ്പിക്കുകയും അതുപോലെ തന്നെ രാത്രി മുഴുവൻ സജീവമാക്കാൻ ഹയാത്താക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, വാഹിദനായ ഇബ്രാഹിം ഇസ്മായിൽ
അൻ തുഹിറ ബൈത ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. ഇത്തികാഫിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത് അങ്ങനെയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോടും അള്ളാഹു പറയുന്ന എന്റെ ബൈത്ത് നിങ്ങൾ, എന്റെ വീട് നിങ്ങൾ ശുദ്ധീകരിച്ചു കൊടുക്കണം. ആർക്ക്? ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. അവരുടെ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക്, എഴുത്തിക്കാഫ് ചെയ്യുന്ന ആളുകൾക്ക്. നാം എഴുത്തിക്കാഫ് എന്നാണ് ഭാഷാർത്ഥത്തിൽ നാം മനസ്സിലാക്കുന്നത് അത് താമസിക്കുക അല്ലെങ്കിൽ അൽ-ലുസൂം, എവിടെയെങ്കിലും ഒരു സ്ഥലം നിർബന്ധമായിട്ട് അവിടെ പിടിക്കുക. ഇപ്പൊ നമ്മൾ സ്ഥലമാണെങ്കിൽ അവിടെ കുറെ സമയം അവിടെ ഇരിക്കുക. എന്നാൽ ഭാഷാർത്ഥത്തിൽ എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ ലുസൂമു മസ്ജിദിൻ ലിത്വാഅത്തില്ലാഹി തആല, അള്ളാഹുവിന്റെ പള്ളിയുമായിട്ട് തുടരെ അവിടെ ബന്ധം പുലർത്തുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, ത്വാഅത്തിന് വേണ്ടി. അപ്പൊ അള്ളാഹുവിന്റെ മസ്ജിദിലായിരിക്കും. അപ്പൊ എഴുത്തിക്കാഫിനെ കുറിച്ചുള്ള ചർച്ചയിൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ഇഅ്തികാഫു സുന്നത്തുൻ ബിൽ ഇജ്മാഇ വലാ യജിബു ഇല്ലാ ബിൻ നദ്രി ബിൽ ഇജ്മാഇ വയസ്തഹബ്ബു അൽ ഇക്സാറു മിൻഹു വയതഅഖദു ഫിൽ അശ്റിൽ അവാഹിർ മിൻ റമളാൻ. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുത്തികാഫിന്റെ ചർച്ചകൾ കഴിഞ്ഞ ശേഷം അദ്ദേഹം ചുരുക്കി പറയാണ്, എഴുത്തികാഫ് സുന്നത്താണ്, ഇജ്മാ കൊണ്ട് സുന്നത്താണ്. മാത്രമല്ല അവസാനത്തെ പത്തിൽ റമളാനിലെ അവസാനത്തെ പത്തിൽ അത് മുഅക്കദായ സുന്നത്താണെന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നാൽ ഒരാൾ എഴുത്തിക്കാഫ് ഇരിക്കാൻ നേർച്ചയാക്കിയാൽ ആ എഴുത്തിക്കാഫ് അദ്ദേഹത്തിന് നിർബന്ധമാണ് എന്നും മഹാനവറുകൾ അവിടെ എഴുതി ചേർക്കുകയാണ്. അതിന് മഹാനവറുകൾ തെളിവ് കൊണ്ടുവരുന്നു. വൈദാ നദറ വജബ, എഴുത്തിക്കാഫ് ഒരാൾ നേർച്ചയാക്കിയാൽ, ഞാനൊരു ദിവസം മസ്ജിദുൽ ഹറാമിൽ എഴുത്തിക്കാഫ് ഇരിക്കാൻ നേർച്ചയാക്കി എന്ന് വിചാരിച്ചാൽ, നാം കരുതിയാൽ നേർച്ചയാക്കിയാൽ നിർബന്ധമായി. അതിന് മഹാനവറുകൾ ഹദീസ് തെളിവ് കൊണ്ടുവരുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല മഹാനായ മുത്തബി സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അന്ന ഉമർ റളിയല്ലാഹു തആല സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ കുൻതു നദർതു ഫിൽ ജാഹിലിയ്യത്തി അൻ അഅ്തകിഫ ലൈലതൻ ഫിൽ മസ്ജിദിൽ ഹറാം ഖാൽ ഫൗഫി ബിനദ്രി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ജാഹിലിയ കാലത്ത് ഞാൻ എഴുത്തിക്കാഫ് ചെയ്യാൻ നേർച്ചയാക്കി ലൈലത്തൻ ഫിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രി എഴുത്തിക്കാഫ് ഇരിക്കണമെന്ന് ജാഹിലിയ കാലത്ത് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. അപ്പൊ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. മഹാനായ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നു, ഫൗഫി ബിനദ്രിക, എന്നാൽ ഉമറെ നീ നിന്റെ നേർച്ച നീ പൂർത്തിയാക്കുക. അപ്പൊ നേർച്ചയാക്കിയാൽ അത് നിർബന്ധമാണ്, അത് പിന്നീട് സുന്നത്താവുകയില്ല. എന്നാൽ ഇവിടെ എഴുത്തിക്കാഫിന്റെ ഷർത്തുകളിലും മഹാന്മാരെ പണ്ഡിതന്മാർ അവിടെ പറയുന്നു, അസ്സൗമു ലൈസ ബിശർത്തിൻ എഴുത്തിക്കാഫ്, എഴുത്തിക്കാഫ് ഇരിക്കാൻ നോമ്പുകാരനായിക്കൊള്ളണമെന്നില്ല. എഴുത്തിക്കാഫ് ഇരിക്കാൻ നോമ്പില്ലാത്ത റമദാൻ അല്ലാത്ത സമയത്തും നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ നമ്മൾ എഴുത്തിക്കാഫ് നവീയത്തിൽ എഴുത്തിക്കാഫ് ഫിയാദൽ മസ്ജിദില്ലാഹി തആല, പള്ളിയിൽ കയറുമ്പോൾ വലത് കാലും ഞാൻ പറയാറുണ്ട്, ബിസ്മില്ലാഹി അല്ലാഹു മഫ്തഹി അബ്വാബ റഹ്മത്തി നവീയത്തിൽ എഴുത്തിക്കാഫ് ഫിയാദൽ മസ്ജിദില്ലാഹി തആല. അപ്പൊ എഴുത്തിക്കാഫ് ഇരിക്കാൻ എഴുത്തിക്കാഫിന്റെ സുഹത്തിന് നോമ്പ് വേണം എന്നില്ല. അത് തന്നെയാണ് നമ്മുടെ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അസ്ഹാബിന്റെ മദ്ഹബു ഷാഫി വ അസ്ഹാബുഹു. മാത്രമല്ല വഅസഹു റിവായത്തൈൻ അൻ അഹ്മദ്, മഹാനായ അഹ്മദ് ഹംബൽ റളിയല്ലാഹുവിന്റെ സഹഹായ റിവായത്തും തന്നെയാണ്. അതിന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ കഴിഞ്ഞിട്ട് ഇഹ്തജു ബിഇതികാഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അശ്റിൽ അവ്വൽ മിൻ ശവ്വാൽ, ശവ്വാലിലെ ആദ്യത്തെ പത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്തികാഫ് ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് റമളാൻ അല്ലാതെ നോമ്പല്ലാത്തും ഇഹ്തികാഫ് പറ്റും. അപ്പൊ നോമ്പ് വേണം എന്നില്ല. എന്നാൽ നോമ്പ് ഷർത്താണ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. മാലിക് റളിയല്ലാഹു തആല, മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഹത്തജു ബിഇതികാഫി ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ, റമളാൻ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്തികാഫ് ഇരുന്നതുകൊണ്ട് അവസാനത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രാത്രികളൊക്കെ ജീവിപ്പിച്ചിരുന്നത് നോമ്പുകാരനായിരുന്നുകൊണ്ട് നോമ്പ് അതിന് സൗമ് അതിന് ഷർത്താണെന്ന് മഹാന്മാർ പറയുന്നു. ഇനി ഇഹ്തികാഫിനുള്ള ഷർത്തുകളാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് എഴുത്തിക്കാഫുള്ള ഷർത്തുകൾ. ഇസ്ലാം മുസ്ലിം ആയിരിക്കണം, മുമൈസ് ആയിരിക്കണം, ശുദ്ധിയുള്ളായിരിക്കണം, എഴുത്തിക്കാഫ് കരുതണം, പിന്നെ ഫി മസ്ജിദ്, പള്ളിയിലായിരിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ എഴുത്തിക്കാഫ് ഇരുന്നത്? നാം ഹറമുകളൊക്കെ പോകുമ്പോൾ 2 ഹറമുകൾ നമുക്ക് കാണാൻ സാധിക്കും എഴുത്തിക്കാഫ് ഇരിക്കുന്ന ആളുകളെ. അപ്പൊ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി എങ്ങനെയാണ് എഴുത്തിക്കാഫ് ഇരുന്നത്? യദ്ഖുലുൽ മസ്ജിദ ഖബല ഗുറൂബി ശംസിൽ യൗമിൽ 20 മിൻ റമളാൻ, റമളാൻ 20ന്റെ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് പള്ളിയിൽ പ്രവേശിച്ചു. അവസാനത്തെ 10 എഴുത്തിക്കാഫ് ഇരിക്കേണ്ടത് നമ്മൾ പറഞ്ഞു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം രാത്രി ഹയാത്താക്കിയിരുന്നതും അവസാനത്തെ 10-ലായിരുന്നു ആകെ അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ എപ്പോഴാണ് എഴുത്തിക്കാഫിലേക്ക് പ്രവേശിക്കേണ്ട ഉത്തമമായ സമയം? റമളാൻ 20ന്റെ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് എഴുത്തിക്കാഫിൽ അവൻ പ്രവേശിക്കണം, അവൻ പള്ളിയിൽ പ്രവേശിക്കണം. എഴുത്തിക്കാഫിൽ നിന്ന് പള്ളിയിൽ നിന്നും പുറത്തു പോരണ്ടേ ബഅദ ഗുറൂബി ശംസി ആഖിർ യൗമിൻ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം.
റമദാൻ 30 ഉണ്ടെങ്കിൽ 30ന്റെ അന്ന്, 29 ഉണ്ടെങ്കിൽ പിറ്റേന്ന് റമദാൻ ശവ്വാലാണെങ്കിൽ 29 സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. മാത്രമല്ല ഒന്നുകൂടി അഫ്വൽ പറയുന്നു, വൈൻ ബാത്തൽ മസ്ജിദ, പള്ളിയിൽ അവിടെ തന്നെ സൂര്യൻ അസ്തമിച്ച് എന്ന് പറഞ്ഞാൽ 29ന്റെ അന്ന് രാത്രി അസ്തമിച്ച്, അല്ലെങ്കിൽ 30ന്റെ അന്ന് പിന്നെ ഉറപ്പാണല്ലോ. അതിനുശേഷം പള്ളിയിൽ തന്നെ അവൻ താമസിച്ചു. ലൈലത്തുൽ ഈദ്, പെരുന്നാളിന്റെ അന്ന് രാത്രി. ആ മദീനത്തൊക്കെ കാണുന്ന പോലെ മുഅ്തകിഫീങ്ങളായ ആളുകളൊക്കെ ആ പെരുന്നാൾ നിസ്കാരം കൂടി കഴിഞ്ഞിട്ട് അവർ പോവുക. എന്നിട്ട് ഹറജയിൽ മുസല്ല മുബാശറത്തൻ, അപ്പൊ അവിടെ 29ന്റെ അന്ന് സൂര്യൻ അസ്തമിന് ശേഷവും അവിടെ നിന്ന് പെരുന്നാളിന്റെ അന്ന് ലൈലത്തുൽ ഈദും അവിടെ പള്ളിയിൽ തന്നെ നിന്ന്, എന്നിട്ട് നിസ്കാരിച്ച് പിന്നെ സുബഹി നിസ്കരിച്ച ഉടനെ തന്നെ എന്ത് ചെയ്തു, വഹറജയിൽ മുസല്ല മുബാശറത്തൻ, കാരണം ഈ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി അതിനോട് ഉടനെ തന്നെ പറഞ്ഞാൽ സുബഹി നിസ്കാരമായി, അത് കഴിഞ്ഞ ഉടനെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് എന്നിട്ട് അവൻ എന്താണ് ഇഅ്തികാഫിൽ നിന്നും വിരമിക്കുക. ഇതാണ് ഏറ്റവും അഫ്ളലായ സമയമെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. അങ്ങനെയാണ് 20ാം നോമ്പിന്റെ അന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പള്ളിയിൽ പ്രവേശിക്കുകയും റമളാനിലെ 29 എന്ന് പറയുന്നില്ല, റമളാൻ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഇഅ്തികാഫിൽ നിന്ന് പള്ളിയിൽ നിന്ന് പുറത്തു വരികയും. ഒന്നുകൂടി അഫ്ളലായിട്ട് മഹാന്മാർ പറയുന്നത്, പെരുന്നാൾ അന്ന് രാത്രി കൂടി പള്ളിയിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ പെരുന്നാൾ നിസ്കാരം കൂടി കഴിഞ്ഞിട്ട് മടങ്ങുന്ന ഒരവസ്ഥയാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇതാണ് ഇഅ്തികാഫിന്റെ ഷർത്തുകൾ പറയുന്നത്. ഇനി ഇഅ്തികാഫ് ബാത്തിലാകുന്ന കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, സമയം നമ്മൾ അനുവദിക്കുന്നില്ല. നമുക്ക് പള്ളി പോകേണ്ട ആളുകളാണ്. അവസാനം മഹാന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഒരു കോഴിമുട്ടയുടെ കൂലിയിലും കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തേലും എത്തണം. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല. ദീർഘമായി നമുക്ക് സംസാരിക്കേണ്ട വിഷയമാണ് ഇഅ്തികാഫ് ബാത്തിലാകുന്ന കാര്യങ്ങൾ, ഏതൊക്കെ വിഷയത്തിന് ഇഅ്തികാഫ് ചെയ്താൽ ഇഅ്തികാഫ് നിന്ന് പുറത്തു പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് അല്ല, ജുമാ കഴിഞ്ഞിട്ട് ഉടനെ ഭക്ഷണം കഴിച്ച ഉടനെ ഈ വിഷയത്തിന്റെ ബാക്കി തുടരും. അതിന് അങ്ങനെ പോരെ, നമുക്ക് ശേഷം പറയാം. റെഡിയാണ്. ചുരുങ്ങിയ വിഷയത്തിൽ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി അത് അവസാനിപ്പിക്കുന്നതാണ്. അതിന്റെ ബാക്കി പിന്നാണ്. അപ്പോ ഇഅ്തികാഫിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങള് അൽ ഖുറൂജ് മിനൽ മസ്ജിദി ലിഗൈരി കാരണമൊന്നും ഇല്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തു പോവാം. അപ്പൊ കാരണങ്ങൾ എന്തൊക്കെ കാരണങ്ങളുണ്ട് അതിന് ശേഷം വരാൻ പോകുന്നുണ്ട്. മറ്റൊന്ന് മസ്തായ സെക്കറ്, മറ്റൊന്ന് രിദ്ദത്ത് മുർത്തദ്ദാകുക, അത് കൗലുകൊണ്ടുണ്ടാവും. ഇതുപോലെ ഇപ്പോ നമ്മൾ വാക്കിലൊക്കെ പലപ്പോഴും അള്ളാഹുവിനെയും പ്രവാചകരെയൊക്കെ തെറി വിളിക്കുക, സബ്ബില്ലാഹി റസൂലി ഔ ബിൽ ഫിഅലി, അല്ലെങ്കിൽ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട്. ഇഹാനത്തിൽ മുസഫ്, ഖുർആൻ ഒക്കെ ഉണ്ട്. ഖുർആനൊക്കെ നമ്മള് വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിൽ അതിന്റെ ഒരു കാല് നീട്ടുക, അതുപോലെ മനസ്സിൽ ഇൻസൾട്ട് ഉണ്ടാവും കേട്ടോ. നമ്മള് ഖുർആനെ നിന്ദിക്കുകയാണെന്ന് തോന്നുന്നു, അല്ലാതെ ഒരാളെ അറിയാതെ കാല് നീട്ടിപ്പോയല്ല പറയുന്നത്. അപ്പൊ ഖുർആനൊക്കെ എന്താണ്, വിശുദ്ധ ഖുർആനൊക്കെ എന്താണ്, നിന്ദിക്കുന്ന രൂപത്തിൽ അതിനെ അവഗണിക്കുക, ഇതൊക്കെ എന്താണ് അതിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടും. പിന്നെ മറ്റൊന്ന് ഇൻസാലുൽ മനി അംദൻ, മനഃപൂർവ്വം എന്താണ് മനി പുറപ്പെട്ടാല് എന്താണ് ഇഅ്തികാഫ് ബാത്തിലാവും. അത് മനഃപൂർവ്വം, അത് ഇസ്തിംനാവ് കൊണ്ടാകാം, കൈമദിനം കൊണ്ടാവാം, അതുപോലെ തന്നെ പല രൂപത്തിലും ഉണ്ട്. എന്നാൽ ഒരാള് കിടന്നുറങ്ങിയിട്ട് ഒരു ഇഹ്തിലാം ഉണ്ടായി, അത് ഈ വിഷയത്തിൽ സ്വപ്നസ്കലനം ഉണ്ടായെങ്കിൽ അതൊരിക്കലും അതിന് പ്രശ്നമല്ല, അത് ഇഅ്തികാഫ് മുറിഞ്ഞു പോവില്ല. അവൻ പോയി ജനാപത്തുകാരനായി അവൻ പോയി എന്താണ് കുളിച്ചു വരണം. വൈനതലബി സബബിൻ നെളറത്തി അവി തഫ്കീരില്ല, ഒരാളിങ്ങനെ നോക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഇൻസാലുണ്ടായി, മനി ഇൻസാലുണ്ടായി, എന്നാലും എന്താണ് ഇഅ്തികാഫ് മുറിയില്ല എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുക. അപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇഅ്തികാഫ് ബാത്തിലാക്കുന്ന കാര്യങ്ങൾ. ചുരുക്കി പറയാണ്, കുറെ എണ്ണം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇനി കാരണങ്ങൾ പുറത്തു പോകാൻ പറ്റുന്ന കാരണം, പലപ്പോഴും നമ്മൾ ഇഅ്തികാഫ് എടുക്കുന്ന ആളുകൾ എല്ലാറ്റിനോട് പുറത്തു പോകും. ആ പുറത്തുള്ള ചില കാരണങ്ങൾ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ദാബു ഇല ഖളാ ഇല്ലാജ, ബാത്റൂമിൽ പോകാൻ വേണ്ടി നമുക്ക് പുറത്തു പോകാം. മറ്റൊന്ന് ദാബു ഇല തതഫ്ഫുരി വത്തനദ്ദുഫി, വൃത്തിയാക്കാൻ വേണ്ടി, ഒന്നുണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ചെന്തോ ആയിരുന്നു അത് വൃത്തിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നെസ്സായി ബ്ലഡായി അപ്പൊ അത് വൃത്തിയാക്കാൻ വേണ്ടി പോയി, അതിനൊക്കെ പുറത്തു പോകുന്നതാണ്. പിന്നെ അദ്ദഹാബു ലിഷിറായി അക്ലിൻ വശുർബിൻ ഇല്ലം മജിദ് മൈ ഇസ്തരീലോ, തിന്നാനും കുടിക്കാനുള്ള സാധനം എന്താണ് വാങ്ങാൻ വേണ്ടി പോവുക. എന്നിട്ട് പറയുന്നു ഇല്ലം മജിദ് മൈ ഇസ്തരീലോ, അവന് വാങ്ങി കൊടുന്നു കൊടുക്കാൻ ആരും കിട്ടിയില്ലെങ്കിൽ, ആരെങ്കിലും അവന് വാങ്ങി കൊടുന്നു കൊടുക്കാൻ വീട്ടിലെത്തി. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ചില ആളുകളൊക്കെ അവസാനം 27-ാവിനെങ്കിലും എത്തിക്കാതിരിക്കുന്ന ആളുകളൊക്കെ നാട്ടിലുണ്ട്. അവര് ഭക്ഷണമൊക്കെ കൊണ്ട് പോകലാണ്, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുക്കലാണ്. അപ്പൊ ആരെങ്കിലും എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവൻ പുറത്തു പോകാൻ പാടില്ല, ഇല്ലെങ്കിൽ അവന്റെ അക്കിലിനും ഷറാബിനും വേണ്ടി അവന് പുറത്തു പോകാവുന്നതാണ്. അതുകൊണ്ട് ഇഅ്തികാഫ് മുറിയില്ല. പിന്നെ അദ്ദഹാബുൽ ജുമഅക്ക് വേണ്ടി പോകാം. അപ്പൊ ജുമഅക്ക് വേണ്ടി പള്ളിയിൽ നിന്ന് പോകാന്ന് പറഞ്ഞാൽ ജുമഅ നടക്കാത്ത ഒരു പള്ളിയിലാണ് ഇഅ്തികാഫ് ഇരിക്കുന്നത്.
ആ പള്ളിയിൽ എഴുത്തിക്കാഫ് ജുമ നടക്കാത്ത പള്ളിയാണ്. അപ്പൊ ആ പള്ളിയിൽ നിന്നും ഓന് ജുമ പങ്കെടുക്കലും നിർബന്ധമാണ്. കാരണം ജുമക്ക് പങ്കെടുക്കൽ നിർബന്ധമുള്ളത് കൊണ്ട് ആ പള്ളിയിൽ നിന്നും ജുമ നടക്കാത്ത അവൻ എഴുത്തിക്കാഫ് ഇരിക്കുന്ന പള്ളിയിൽ നിന്നും ജുമ നടക്കുന്ന പള്ളിയിലേക്ക് അവന് പോകുന്നത് കൊണ്ട് അവൻ എഴുത്തിക്കാഫ് മുറിയില്ല. അവൻ ജുമക്ക് പോകണം എന്നാണ് അവിടെ നിർബന്ധമാണ്. അപ്പൊ ജുമ നടക്കുന്ന പള്ളി തന്നെ ആവണമെന്നില്ല എഴുത്തിക്കാഫ് ശരിയാവണം എന്നുണ്ടെങ്കിൽ അപ്പൊ ജുമക്ക് വേണ്ടി പോകാവുന്നതാണ്. മറ്റൊന്ന് ദാബുലിൽ മറലിൽ കവി കൽ ഇസ്സാലിൽ മുത്തതാബി, വളരെ ശക്തമായ അസുഖം, വയറ്റുനോക്ക് കുടിച്ച് ഒരിക്കലും പിന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ അതുപോലെയുള്ള കവിയായ മറലുകൾ ഉണ്ടെങ്കിൽ അസുഖം ഉണ്ടെങ്കിൽ അവന് പുറത്തു പോകുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് മറന്നും സഹീർ പ്രസുതായ തരൻ അങ്ങനെ അസുഖമൊന്നും പാടില്ല. എന്നാൽ ഖുറൂജുൽ ഇംദാദി ഹരീഖൻ ഔ തഫ്സീൽ മയ്യിത്തിൻ ഔ ദഫ്നി, ഒരു തീപിടുത്തുണ്ടായി, അവിടെ ഒരാളെ അറിഞ്ഞിട്ടോ തൊട്ടുമില്ല, ഭയങ്കര തീപിടുത്തം നടക്കണം, ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരാൾ പെട്ടെന്ന് പുറത്തു വന്നു, അതുകൊണ്ട് ഇഴ്തികാഫ് മുറിയില്ല. അല്ലെങ്കിൽ മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മയ്യത്ത് കബറടക്കാൻ ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് ഇഴ്തികാഫ് മുറിയില്ല. അൽ ഖുറൂജു ഹറബൻ മിൻ ളാലിമിൻ ഔ ഹരീഖിൻ ഔ ഹദിമിൻ, അല്ലെങ്കിൽ ഒരു അക്രമിൽ നിന്ന് പേടിച്ചുകൂടാ, പെട്ടെന്നൊരു അക്രമി വന്ന് അവന്റെ തോക്ക് ചൂണ്ടി, അല്ലെങ്കിൽ പെട്ടെന്നൊരു തീപിടുത്തുണ്ടായി, അങ്ങനെ എഴുത്തിക്കാഫിരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് തീപിടുത്തുണ്ടായി, അപ്പൊ അവൻ ഇറങ്ങി ഓടി എന്നുകൊണ്ടൊന്നും അതിന്റെ എഴുത്തിക്കാഫ് മുറിയില്ല. അപ്പൊ ഇനി എഴുത്തിക്കാഫ് ഒരാൾ പുറത്തു പോയാൽ എന്താ ചെയ്യേണ്ടത്? ഇതാ ഹറജലി ഉദ്ദിരിൻ, കാരണം ഈ പറയപ്പെട്ട കാരണങ്ങൾ കൊണ്ട് പുറത്തു പോയാൽ ലാ യജിബു തജ്ദീദു നിയ്യ, നിയ്യത്ത് പിന്നെ പുതുക്കേണ്ട ആവശ്യമില്ല. അവൻ എഴുത്തിക്കാഫ് തന്നെ അവന്റെ നിയ്യത്ത് മുറിഞ്ഞിട്ടില്ല. എന്നാൽ ഒബിദൂനി ഉദ്ദിരിൻ, കാരണമല്ലാതെയാണെങ്കിലോ പോയെങ്കിൽ യജിബു തജ്ദീദു, നിയ്യത്ത് വീണ്ടും അവൻ വെക്കണം. ലിഅന്ന തതാബു ഇൻഖതാ, ഈ തതാബു അതിൽ തുടരെയായി എന്നുള്ളത് മുറിഞ്ഞുപോയി. അപ്പൊ വീണ്ടും അവൻ എന്താണ് ഈ പറയപ്പെട്ട കാരണങ്ങൾക്കല്ലാതെ പുറത്തു പോയാൽ അവൻ എന്താണ് പിന്നീട് വരുമ്പോ നിയ്യത്ത് എന്താണ് പുതുക്കണം, അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ അവൻ എഴുതിക്കാറ്. അപ്പൊ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാണ്ട് അവസാനത്തെ പത്ത് മുഴുവനെ ഇരിക്കണമെന്ന്, മുഴുവനെ ഇരിക്കലാണ് മഹാനായ പ്രവാചകൻ സുല്ലല്ലാഹു നമ്മൾ പഠിപ്പിച്ച് ഒരാൾക്ക് 2 ദിവസം എഴുതിക്കാപ്പിരിക്കാനാണ് കഴിഞ്ഞ്, അല്ലെങ്കിൽ മക്കത്ത് പോയിട്ട് 1 ദിവസം അവിടെ എഴുതിക്കാപ്പിരിക്കാനാണ് കഴിഞ്ഞ്, അതൊക്കെ ചെയ്യാവുന്നതാണ്. അതിന് സമയം എത്ര 24 മണിക്കൂർ ഇരിക്കണമെന്നോ, ഒരു 2 മണിക്കൂറായിരിക്കാൻ ഒരാൾക്ക് സാധിച്ചെങ്കിൽ അത്ര ഇരിക്കാവുന്നതാണ്. എഴുത്തിക്കാഫിന് ഏറ്റവും കുറഞ്ഞ സമയം അവൻ എത്ര കഴിയുന്നത് ആ സമയം പള്ളിയിലായിട്ട് അവൻ എഴുത്തിക്കാഫ് അള്ളാഹിന് വേണ്ടി ഇരിക്കുന്നതോടുകൂടെ എഴുത്തിക്കാഫിന്റെ കൂലി ലഭിക്കും. അതിന് അവസാനത്തെ 10 മുഴുവൻ വേണമെന്നില്ല, അല്ലെങ്കിൽ റമളാൻ മുഴുവൻ വേണമെന്നില്ല. അവിടെയൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒരാൾക്ക് 1 ദിവസം അല്ലെങ്കിൽ അര ദിവസം അതിന് കഴിയുന്നതാണ്. മറ്റൊന്ന് സുന്നത്തായ കാര്യങ്ങൾ ഇസ്തിഗ്ഫാർ ബിസ്സലാത്ത്, ഇത്തികാഫ് ഇരിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഓതുക, അതുപോലെ തന്നെ നിസ്കരിക്കൽ കൊണ്ട് ശുഗലാകുക, ദിക്റ്, പിന്നെ ഇൽമു പഠിപ്പിക്കുക അല്ലെങ്കിൽ ഇൽമു പഠിക്കുക. ഇപ്പം അറബിലൊക്കെ മദീനത്തൊക്കെ ഖുർആന്റെ ഹൽഖകളുണ്ട്, അവിടെയൊക്കെ പോയിരിക്കുക, അല്ലെങ്കിൽ ഖുർആൻ വേറൊരാൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിന് തന്നെ അവിടെ ചെറിയ ഇലക്കെട്ടിങ്ങാണ്ട് ഒരു ഹദീസ് ഓതിങ്ങാണ്ട് വേറെ കുറെ നാട്ടുവർത്താനോ മൊബൈൽ ഫോണിൽ വിളിക്കലും നാട്ടിക്ക് വിളിക്കലും ഒക്കെ കുറെ ആൾക്കാർ നമുക്ക് കാണാം. നമ്മളെ ആളുകളല്ല വേറെ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നാട്ടിക്ക് വിളിക്കലും മറ്റൊക്കെ ആ 10 ദിവസം ഒക്കെ വിളിക്കലും കാര്യമൊക്കെ എഴുത്തുകാത്തിരിക്കുമ്പോഴാണ്. അപ്പൊ ദുന്യവിയമായിലെ എല്ലാ താഴലുക്കാത്തുള്ള ബന്ധങ്ങളും വിച്ഛേദിച്ച് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി 10 ദിവസത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ അതിന് എന്താണ് പിന്നെ അതിന്റെ ഇതിനെ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നം വരുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും മുഴത്തക്കപ്പിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ മുറാഅത്തു ആദാബിൽ മസ്ജിദ്, പിന്നെ തറഫുഖിമായ ഖുവാനി അതും റഫ്സോത്തി വലോ ബിഖറാഅത്തിൽ ഖുർആൻ, ഭയങ്കര ഒച്ചുണ്ടാക്കായിരിക്കുക. അത് വലോ ബിഖറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതിയിട്ടാണെങ്കിലും ശരി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ പാടില്ല. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. കാരണം നിസ്കരിക്കുന്ന ഒരാളുടെ മുമ്പിൽ പോലും എന്താണ് ഖുർആൻ ഉറക്കെ ഓതാൻ പാടില്ല. അവന് തശ്വീസ് ഉണ്ടാക്കുമെങ്കിൽ ഹറാം എന്നാ പണ്ഡിതന്മാർ പറയുന്നത്. ഖുർആൻ ഓതിൽ ഹറാമാകുന്ന സമയം നിസ്കരിക്കുന്ന ആൾ മുസ്ലിന്റെ അടുത്ത് അവന്റെ നിസ്കാരത്തിൽ തശ്വീസ് ഉണ്ടാക്കുന്ന രൂപത്തിൽ ഉറക്കെ ഓതാൻ പാടില്ല. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഓതാൻ പറ്റൂലെങ്കിൽ തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ പലപ്പോഴും റിങ്ങീന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ റമളാനെ വേണ്ട രൂപത്തിൽ വരവേൽക്കാനും ശുദ്ധ റമളാനിൽ ഉംറ ചെയ്യാനും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അള്ളാഹു സ്വീകരിക്കണം. ഇതൊക്കെ തഖബ്ബുല് സ്വീകരിക്കാനും വലിയ കാര്യം നമ്മളൊക്കെ പറയാറുണ്ട്. നമ്മൾ കുറെ ഉംറ ചെയ്ത് റമളാനിൽ ഉംറ ചെയ്ത് അള്ളാഹു തആല നമ്മൾ സ്വീകരിക്കണം. അപ്പൊ കബൂലായി കിട്ടാൻ വേണ്ടിയും വിശുദ്ധ റമളാനിൽ ഉംറകൾ നിർവഹിക്കാനും എഴുത്തിക്കാഫിരിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മാത്രമല്ല നാട്ടിൽ പോകുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ പള്ളികൾ എഴുത്തിക്കാഫിനുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ജുബൈർ ഉദവി പറഞ്ഞ പോലെ അതിനുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നതോടുകൂടി ഒരു ഹസനത്ത് എഴുതിപ്പെട്ടു. പിന്നീട് അവിടെ പോയി അതിനുള്ള പ്രവർത്തനം കൂടി നമ്മൾ നടത്തിയാൽ അതിനുള്ള കൂലി നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ.